Hi students, welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളത് ബേസിക്കലി നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലീനിയർ മൊമെൻറ്റത്തിൻ്റെയും എനർജിയുടെയും ഓപ്പറേറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ നടത്തി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ നമ്മളൊരു g(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് integral minus infinity to plus infinity g of x modulus psi square dx എന്നുള്ള രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. നോർമലൈസ് ചെയ്യാൻ വേണ്ടി നോർമലൈസേഷൻ കണ്ടീഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടാവും. നോർമലൈസർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിനോമിനേറ്റർ വിൽ ബി 1. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്തത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എനർജിക്കോ ലീനിയർ മൊമെൻറ്റത്തിനോ പോസിബിൾ അല്ല എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. കാരണം പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവിടെയുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏത് ഡൈനാമിക്കൽ വേരിയബിളിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിൽ 2-3 കാര്യങ്ങളും കൂടിയും കൂടെ പറഞ്ഞു വയ്ക്കാറുണ്ടായിരുന്നു. ലീനിയർ മൊമെൻറ്റത്തിൻ്റെയും എനർജിയുടെയും ഓപ്പറേറ്റേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്ററിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ് നമ്മൾ സാധാരണ, അല്ലെങ്കിൽ p²/2m. സോ p എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. h×i ∂2/∂x² 1/2m. സോ -h² divided by 2m into ∂2/∂x² എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 3 ഡയമെൻഷനിലാണെങ്കിൽ -h² divided by 2m del² എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്നത് u എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് r അല്ലെങ്കിൽ x, ഇതാണ് u എന്ന് നമുക്ക് ജനറലി റെപ്രസെൻറ്റ് ചെയ്യാം. So the total energy, total Hamiltonian H is equal to kinetic energy plus U എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് യു എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ ഫോമിൽ എഴുതുമ്പോൾ -h²/2m ∂2/∂x² പ്ലസ് യു എന്ന് നമുക്ക് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ പുറത്ത് ഒരു വേവ് ഫംഗ്ഷൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ -h² divided by 2m ∂2/∂x² പ്ലസ് യു, അതിൻ്റെ പുറത്ത് വേവ് ഫംഗ്ഷൻ psi ഓപ്പറേറ്റ് ചെയ്യാം. ഇതെന്തായി, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഒരു സൈഡായി. ഓക്കെ, നമുക്കറിയാം ദാറ്റ് വിൽ ബി ഈക്വൽ ടു IH×∂ψ/∂t. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, Hψ is equal to Eψ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ? ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്പറേറ്റർ ഫോമിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്കിൽ LHSലുള്ള ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ആൻഡ് RHSലുള്ള IH×∂t എന്ന് പറയുന്നത് എനർജി ഓപ്പറേറ്ററുമാണ്. ഓക്കെ, എനർജി ഓപ്പറേറ്റർ. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു ഓപ്പറേറ്ററിൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ലെക്ചറിൽ പറയേണ്ട ഒരു സെക്ഷൻ ആയിരുന്നു, അതൊന്നുകൂടി റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഏത് ഡൈനാമിക്കൽ വേരിയബിൾ ആവട്ടെ ആ ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. പി എന്ന് പറയുന്ന മൊമെൻറ്റം എന്ന് പറയുന്ന ഡൈനാമിക്കൽ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് P cap is equal to
എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. 3 ഡയമെൻഷനിലാണെങ്കിൽ എച്ച് ക്രോസ് ബൈ ഐ ഡെൽ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ഓപ്പറേറ്റർ ഉണ്ടാവും, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. അതുപോലെ ഹാമിൽറ്റോണിയന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാമിൽറ്റോണിയൻ ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് യു. ഇതാണ്. അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഓരോ ഡൈനാമിക്കൽ വേരിയബിളിലും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അത് ആ ഒരു ഓപ്പറേറ്ററിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വാല്യൂ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത് integral minus infinity to plus infinity psi star operator p psi dx divided by integral minus infinity to plus infinity psi star psi dx. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ 1 ആയിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ടു മുമ്പ് ഒരു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് മോഡുലസ് ഐ സ്ക്വയർ ഡി എക്സ് എന്നാണ് എഴുതിയത്. ഇവിടെ അങ്ങനെയല്ല എഴുതിയത്. ഈ മോഡുലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി സൈ സ്റ്റാർ സൈ. അപ്പോൾ നമുക്ക് പി ഇൻറ്റു സൈ സ്റ്റാർ സൈ എന്ന് എഴുതി കൂടെ, അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ ഇൻറ്റു പി എന്ന് റെപ്രസെൻറ്റ് ചെയ്തൂടെ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ ഒരു ഓർഡർ, ദിസ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the correct representation of expectation value of p is equal to integral minus infinity to plus infinity psi star p psi dx. ഞാൻ 1 ഡയമെൻഷണൽ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതർ ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ ഇതുവരെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഡിഫൈൻ ചെയ്തപ്പോൾ റെപ്രസെൻറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഓർഡർ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കാം. അതായത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പി മോഡുലസ് സൈ സ്ക്വയർ ഡി എക്സ്, അല്ലെങ്കിൽ expectation value of p is integral minus infinity to plus infinity modulus psi square p dx. These results will not lead to any meaningful result. These alternatives are not possible. എന്തുകൊണ്ടാണെന്ന് പറയാം. നമുക്ക് ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കാം. ഇങ്ങനെ തന്നെ എഴുതണം, ഇങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. അല്ലാതെ ഇവിടെ എഴുതിയേക്കുന്ന രീതിയിൽ ഈ രണ്ട് റെപ്രസെൻറ്റേഷൻസ് പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എഴുതുക, അതിനുശേഷം ഓപ്പറേറ്റർ എഴുതുക, പിന്നെ വേവ് ഫംഗ്ഷൻ വീണ്ടും എഴുതുക. ആ രൂപത്തിലുള്ള ഈ ഓർഡർ വളരെ പരമപ്രധാനമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ തൊട്ടു മുമ്പ് ഒരു ഫംഗ്ഷൻ എഴുതിയ പോലെ ഓപ്പറേറ്ററിനെ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവ് ആദ്യം നോക്കാം. അതായത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പി മോഡുലസ് സൈ സ്ക്വയർ. മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പി എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഡിഫറൻഷ്യൽ ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഈ എച്ച് ക്രോസ് ബൈ ഐ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് സൈ സ്റ്റാർ സൈ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൈ സ്റ്റാർ സൈ ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. നമുക്കറിയാം
ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ സൈയും സൈ സ്റ്റാറും it will tends to 0 as x tends to plus or minus infinity for a well behaved wave function. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ, അതാണ് കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എപ്പോഴും 0 ആയിരിക്കും. നമുക്ക് ഒരു മീനിങ് ഫുൾ റിസൾട്ട് കിട്ടിയോ? ഇല്ല. എപ്പോഴും എക്സ്പെക്ടേഷൻ വാല്യൂ 0 എന്ന് പറയാൻ പറ്റില്ല മൊമെന്റത്തിന്റെ. അപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റീവ് പോസിബിൾ അല്ല എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ പി ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതൊരു ഒരു മീനിങ് ഫുൾ റിസൾട്ടാണോ? നോ മീനിങ്. ഈ റെപ്രസെൻറ്റേഷൻ, ഈ ഇൻ്റഗ്രലിന് ഒരു മീനിങ്ങും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം. നമ്മളുടെ കയ്യിലൊരു ഡൈനാമിക്കൽ വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. സേ ആംഗുലർ മൊമെൻറ്റോ ലീനിയർ മൊമെൻറ്റോ എന്തെങ്കിലും ആവട്ടെ, ഡൈനാമിക്കൽ വേരിയബിൾ. ആ ഡൈനാമിക്കൽ വേരിയബിളിനെ ഞാൻ ജി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ജി ക്യാപ്പ് ആണെന്ന് വിചാരിക്കും. സോ വാട്ട് ഈസ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ജി എന്ന് ചോദിച്ചാൽ യു ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ജി സൈ ഡി എക്സ് എന്ന് എഴുതാം. 3 ഡയമെൻഷനിലാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ജി സൈ ടി ക്യൂബ് ആർ എന്ന് എഴുതാം. ദിസ് വോളിയം ഇൻ്റഗ്രലാണ്. ഓക്കെ. ഇനി നോർമലൈസർ അല്ലെങ്കിൽ നോർമലൈസേഷൻ കണ്ടീഷൻ ഡിനോമിനേറ്ററിൽ വരും. അത്രയും. ഓക്കെ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഒരു ഓൾജിബ്രായിക് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓൾജിബ്രായിക് ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം എനർജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി ഒന്നും കൂടി എഴുതാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഇൻറ്റു സൈ ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി. സോ ഫോർ ഓപ്പറേറ്റേഴ്സ് the order is important. Order of representation is important. Whereas for algebraic quantities like position x അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിന് order is not important. Order is not important. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്താണെന്ന് മനസ്സിലായി. ഒരു ഓപ്പറേറ്ററിൻ്റെ ഫോർമാലിസത്തിൽ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. വേവ് ഫംഗ്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചറിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോമിലും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് അതിൻ്റെ പ്രത്യേകത, എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം. ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിൽ
പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടൈമിന് എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് വിചാരിക്കുക. ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്നർത്ഥം. ഇഫ് ഇൻ എ പർട്ടിക്കുലർ quantum mechanical problem in a particular quantum mechanical problem, if the potential energy of the system has no time dependence, no explicit time dependence എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അങ്ങനെയാണ് കുറച്ചും കൂടി ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. Explicit time dependence. If potential energy of the system has no explicit time dependence, that is u is u of x only അല്ലെങ്കിൽ r. വൺ ഡയമെൻഷൻ ആകുമ്പോൾ u of x എന്ന് നമ്മൾ റെപ്രസെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, Schrodinger equation can be simplified by removing all the references to time. ടൈമുമായിട്ട് യാതൊരു തരത്തിലുള്ള ഡിപ്പെൻഡൻസും ഇല്ലാത്ത രീതിയിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലം, ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ½m⍵²x² എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാത്തതാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാത്ത പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷനെ നിങ്ങൾക്ക് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതാണ് ഇത്തരം പ്രോബ്ലത്തിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഡിപ്പെൻഡൻറ്റ് പാർട്ടും പ്രോഡക്റ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിളിൽ പറയുന്ന പോലെ സ്പേസ് ഡിപ്പെൻഡൻറ്റ് പാർട്ട് ഇൻറ്റു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നടത്തും. φ(x) ഇൻറ്റു എന്താ പറയുക chi(t) എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഈ ഒരു ടേമിന്ന് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ്സിനെ മാത്രം, സ്പേസ് കോർഡിനേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇതോ ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ സാധാരണ സ്റ്റേഷനറി സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കുക. അതെന്താണെന്നൊക്കെ പിന്നീട് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹയർ ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സ്റ്റേഷനറി സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്നൊക്കെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഫ്രീ പാർട്ടിക്കിളിൻ്റെ നമ്മളെപ്പോഴും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് തുടങ്ങിയ എവിടുന്നാണ്, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആദ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ഫ്രീ പാർട്ടിക്കിളിലാണ്. ഇപ്പോൾ ഫ്രീ പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ നമ്മൾക്ക് അറിയാം. ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വൺ ഡയമെൻഷൻ തന്നെ എടുത്താൽ മതി. ψ(x, t) is equal to a(e⁻⁻i/h cross into et minus px എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിന് നമുക്ക് സ്പേസിൻ്റെ ഒരു പാർട്ടും ടൈമിൻ്റെ ഒരു പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ വളരെ സിമ്പിളാണ്. a(e⁻⁻i/h cross ഉണ്ട്, a(e⁻⁻i/h cross
അല്ലെങ്കിൽ a e raised to I p x by h cross into e raised to minus I e t by h cross. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് സ്പേസ് പാർട്ട് ആണ്, അതായത് സ്പേസ് കോർഡിനേറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതോ ടൈം പാർട്ടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ്. ഇത്തരത്തിലുള്ള വേവ് ഫംഗ്ഷൻസ്, ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് പോസിബിൾ ആണെങ്കിൽ, അത്തരം സിറ്റുവേഷൻ എവിടെയാണ് വരിക? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം. ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് സീറോ. ഇപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാ കേസും ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എടുത്താലും നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പേസ് പാർട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, if potential energy does not depend on time explicitly, we can represent the wave function as the product of a space part wave function into space part wave function and exponential of മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇ എന്ന് പറയുന്ന എനർജി വാല്യൂ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈ ഓഫ് എക്സ് ഈസ് ഹിയർ, ഫൈ ഓഫ് എക്സ് ഈസ് എ ഇ റൈസ് ടു, ഫ്രീ പാർട്ടികളുടെ കേസിൽ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഇ റൈസ് ടു ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ഓൺലി, അല്ലെങ്കിൽ സ്പേസ് പാർട്ട്, ഡിപ്പെൻഡ്സ് ഓൺ സ്പേസ് പാർട്ട് ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതിയ ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡോ സൈ ബൈ ഡോ ടി കണ്ടുപിടിക്കും. ഡോ സൈ ബൈ ഡോ ടി കണ്ടുപിടിക്കുമ്പോൾ ഫൈ ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ എന്ന് വരും. വാട്ട് ഈസ് ഡോ സൈ ബൈ ഡോ എക്സ്? ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ്. What is dou square psi by dou x square? Dou square psi by dou x square is equal to e raised to minus I e t by h cross dou square phi by dou x square. ഇതാണ് നമ്മൾ ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഇത്. നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനെ വേവ് ഫംഗ്ഷനുള്ള ഈ റെപ്രസെൻറ്റേഷൻ എഴുതി. അതിൽ നിന്നാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്? ആദ്യം ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആ എക്സ്പ്രഷനിലേക്ക് പൊട്ടൻഷ്യൽ എനർജി, ഒരു ജനറൽ കേസ് എന്നുള്ള രീതിയിൽ ഫ്രീ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പോലും ഒരു പൊട്ടൻഷ്യൽ എനർജി ഒരു ടേം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സുകൾ ഓർമ്മയുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി is equal to മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു സൈ പ്ലസ് യു ഓഫ് എക്സ് കോമ ടി ഇൻറ്റു സൈ. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം ഡിപ്പെൻഡൻറ്റ്. സൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി, സ്പേസ് ആൻഡ് ടൈം. ഇവിടെ സൈക്ക് നമ്മൾ ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡോ സൈ ബൈ ഡോ ടി, ഡോ ഫൈ ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു minus IE by H cross
phi of x into e raised to minus iet by h cross 9 is equal to minus h cross square divided by 2m into dou square phi by dou x square into e raised to minus iet by h cross. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി യു ഓഫ് എക്സ് ഇൻറ്റു phi ഓഫ് എക്സ് ഇൻറ്റു e raised to minus iet by h cross 9. അപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാ സൈഡിലും e raised to minus iet by h cross വെട്ടിപ്പോവും. ഈ എച്ച് ക്രോസും ഈ എച്ച് ക്രോസും വെട്ടിപ്പോയി. ഐയും ഐയും -1 -1ഉം -1ഉം +1 ആയി. ഈ phi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു minus h cross square divided by 2m dou square phi by dou x square plus u of x into phi of x എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ആ 2m minus dou square phi by dou x square plus u of x into phi of x is equal to 2me divided by h cross square into phi of x എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, dou square phi by dou x square minus 2m by h cross square into e minus u into phi of x is equal to 0. അപ്പോൾ dou square phi by dou x square plus 2m by h cross square into e minus u into phi of x is equal to 0. This is the Schrodinger's time independent equation. This is Schrodinger's time independent equation. വളരെ ലളിതമാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലത്തിലെ potential energy is involving only on the space coordinate. If it is not depending upon the time coordinate, you can solve the Schrodinger's time independent Schrodinger equation. You can solve the Schrodinger's time independent equation, and then you can find out the stationary state wave function phi of x. Then you multiply with e raised to minus iet by h cross. Then you will get the total wave function at a particular position and time. Clear? വളരെ ലളിതമാണ്. നമ്മൾ അപ്പോൾ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു പൊട്ടൻഷ്യൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട, ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അതിൽ നിന്ന് നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ വേവ് ഫംഗ്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒരു 3 ഡയമെൻഷനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ phi ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി വരും, ഡെൽ സ്ക്വയർ phi ഓഫ് ആർ പ്ലസ് 2m by h cross square അല്ലെങ്കിൽ phi ഓഫ് എക്സ് വൈ സെഡ് 2m by h cross square into e minus u into phi is equal to 0. This is the Schrodinger equation in 3 dimensions. Schrodinger's time independent equation in 3 dimensions. ഇനി ഇതിൻ്റെ പ്രസക്തിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.